അങ്ങനെ ഉണ്ണിയാർച്ചയുടെ വിജയം രാഗിണിക്ക് മറ്റൊരു മുഖമാണ് രാഗിണിയുടെ മറ്റൊരു മുഖമാണ് മലയാളികൾ കണ്ടത്. ധീരവും പ്രോജ്വലവുമായിരുന്ന ഒരു തൻ്റെടിയായിട്ടുള്ള ഒരു നായികയുടെ മുഖം. അതുവരെ കണ്ണീർ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന രാഗിണിയുടെ മറ്റൊരു മുഖം കണ്ടപ്പോൾ ജനം അന്തം വിട്ടുപോയി. അത്രയധികം സാഹസിക രംഗങ്ങൾ അവർ ശോഭിച്ചു. നൃത്തം അറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന ചുവടുകളും വടക്കൻ പാട്ടിൻ്റെ അങ്കത്തട്ടിലെ പാറിപ്പറന്ന് കയറുന്ന നായികയായിട്ട് അവർ ശോഭിച്ചത്. അങ്ങനെ ഉദയയുടെ ഭാര്യ ഉണ്ണിയാർച്ച, പാലാട്ടുകോമൻ എന്നീ സ്ഥിരം ഉദയയുടെ നായികയായിട്ട് മാറി. അതേ സമയത്ത് തന്നെയാണ് മെറിലാൻഡ് സിനിമകളിലും രാഗിണി അഭിനയം കാഴ്ചവെക്കുന്നത്. അത് കലയും കാമിനിയും എന്നൊരു സിനിമ. അത് കലാകാരനായ ഒരു ഭർത്താവിനെ സംശയിക്കുന്ന ഒരു ഭാര്യയായിട്ടാണ് പ്രേം നസീറിൻ്റെ കൂടെ ജോഡിയായിട്ട് അഭിനയിക്കുന്ന ചിത്രമാണ്. അതും വളരെയധികം ക്രിസ്മസ് കാലത്ത് റിലീസായ സിനിമ വളരെയധികം വിജയിച്ചു. പിന്നീട് നമ്മളെയും കൊണ്ട് രാഗിണിയുടെ ചരിത്രം നോക്കുവാണെങ്കിൽ അവരെ പാടി അഭിനയിക്കാനുള്ള കഴിവ് അത് നിങ്ങൾക്കറിയാം. പി ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്ത നായര് പിടിച്ച പുലിവാൽ എന്ന സിനിമയാണ്. അതിൽ ഒരു സർക്കസ് കമ്പനി തകർന്നു പോവുകയും കടം വീട്ടാൻ വേണ്ടി ആ സ്ഥലത്തെ ഒരു ചായക്കടയിൽ നിന്നാണ് ഭക്ഷണവും മറ്റും കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ആ ചായക്കടക്കാരന് പൈതൽ നായർ എന്നയുടെ പേര്, മുത്തയ്യ അവതരിപ്പിക്കുന്ന റോള. അങ്ങനെ സത്യൻ്റെ ട്രപ്പീസ് അഭ്യാസിയാണ് അതിനകത്ത്. അപ്പോൾ ഈ ചായക്കടയിൽ മൃഗങ്ങളെല്ലാം കൊണ്ടിട്ട് കൊടുക്കുകയും സർക്കസ് കമ്പനി പൂട്ടുകയും ചെയ്തപ്പോൾ സർക്കസ് ചായക്കടക്കാരൻ്റെ മകളാണ് രാഗിണി. സത്യനും തമ്മിലുള്ള ശൃംഗാര രസപ്രധാനമായ പാട്ടുകൾ നമുക്കെല്ലാം ഓർമ്മയുണ്ടാണ്. എന്തിനിത്ര പഞ്ചസാര പുഞ്ചരിപ്പാലിൽ കലക്കുന്നൊരു പാട്ട്. അങ്ങനെ പ്രശസ്തമായ ഗാന രംഗങ്ങളിലൂടെ നായര് പിടിച്ച പുലിവാലിലെ സാഹസികമായ രംഗങ്ങളിലൂടെ സത്യനെ രാഗിണി നമ്മളെ വീണ്ടും കടതാകർഷിച്ചു. അങ്ങനെ നിരവധി സിനിമകളിലൂടെ നമുക്ക് ഉദയയുടെ തന്നെ പല ചിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഉദയൻ്റെ മകനിൽ അതിൽ ഉമ്മറും രാഗിണി എന്ന കഥാപാത്രവും തമ്മിൽ സ്നേഹമാണ്. പക്ഷേ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു പോരിൽ അവർ തമ്മിൽ ചേരിതിരിക്കുകയും അവർ കല്യാണം കഴിക്കാതെ പറ്റുകയും ചേരുന്നുണ്ട്. സത്യൻ അവരെ കണ്ടുമുട്ടി അവരിൽ സത്യനൊരു കുട്ടിയുണ്ടായി. പക്ഷേ സത്യൻ അത് അവരെപ്പറ്റി മറക്കുകയും സത്യൻ വേറെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുട്ടിയെ ആരും അറിയാതെ ഇവർ രഹസ്യമായിട്ട് അറയിലിട്ട് വളർത്തുകയാണ്. അതാണ് പ്രേം നസീറിൻ്റെ കഥാപാത്രം. അങ്ങനെ 17 വയസ്സ് വരെ ഒരു രഹസ്യ അറയിലിട്ട് വളർത്തുകയും അമ്മ തന്നെ അതിൻ്റെ കളരി അഭ്യാസങ്ങൾ മൊത്തം പഠിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഈ കുട്ടി പ്രേം നസീർ 17 വയസ്സ് അകത്തെ അറ വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്, പുറം ലോകം കാണുകയാണ്. അങ്ങനെ അവസാനം ഇത് ആൾക്കാർ അറിയുകയും ഷീലയുമായിട്ടുള്ള പ്രേമരംഗവും അവസാനം ഈ സത്യൻ കഥാപാത്രം ഈ അഭ്യാസിയെ തിരിച്ചറിയുകയും അവർ തമ്മിൽ അങ്കത്തിട്ട് ഒരു മത്സരത്തിൽ ഏർപ്പെടുമ്പോൾ അച്ഛൻ്റെ മകനും തമ്മിലുള്ള യുദ്ധം തമ്മിലറിയത്തില്ല. പക്ഷേ അവസാനം രാഗിണി ഒരു സന്യാസിയുടെ വേഷത്തിൽ തൻ്റെ ഗുരുവായിട്ട് അവിടെ എത്തുകയും ഈ മകൻ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടി ആരും വിജയിക്കും തോൽക്കും എന്നറിയപ്പെടാതിരുന്ന ആ ഘട്ടത്തിൽ രാഗിണി ഒരു സന്യാസി വേഷത്തിലാണ് വരുന്നത്. അവിടെ വന്ന് അവസാന നിമിഷം വന്ന് പറയും, നിർത്താൻ പറയണം യുദ്ധം,
അങ്കത്തട്ടിലെ വാശിയേറിയ ആ ഉറുമികൾ ആഞ്ഞു വീശുന്ന സമയത്ത് വന്ന് തടസ്സം പിടിക്കുകയും മാറ്റി ഇത് അങ്ങയുടെ മകനാണെന്ന് പറയും. അങ്ങനെ കോരിത്തെരിപ്പിക്കുന്ന മുഹൂർത്തത്തിൽ രാഗിണി ആ കഥകളൊക്കെ പറയും. ഉദയനൻ്റെ മകനാണെന്ന് പറയുകയും ചെയ്യുന്ന ആ സ്ഫോടനാത്മക രംഗത്തിൽ സത്യൻ, രാഗിണി, പ്രേം നസീർ നമുക്കൊരിക്കലും മറക്കാനാവാത്ത, അതിലും മികച്ച പാട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അത് രാഗിണി പാടുന്നൊരു പാട്ട്, വെള്ളോട്ടു വളയിട്ടു കമ്മലിട്ടു വയനാടൻ കുന്നുകൾ എന്നൊരു പാട്ട്. പിന്നെ കദളി വനങ്ങൾ കരികിലല്ലോ കടത്തന, ഈ സത്യനെ കാത്തിരിക്കുന്ന രാഗേണ്ട ഒരു പാട്ടാണത്. അങ്ങനെ അതുപോലെ തന്നെ പഞ്ചവങ്കാടിൽ മാർത്താണ്ഡവർമ്മയുടെ ഇഷ്ട പ്രാണപ്രേയസിയായിരുന്നു കുങ്കിയമ്മ എന്ന കഥാപാത്രം. പക്ഷേ മാർത്താണ്ഡവർമ്മ രാജ്യഭാരങ്ങൾ അവരെ ഉപേക്ഷിക്കുകയും അതിൽ രാഗിണിക്കുണ്ടാകുന്ന നമ്മുടെ ഷീല, കൊച്ചു തങ്കച്ചി, ഇവർ ഒളിപ്പോരായിട്ട് പ്രേം നസീർ സംഘവും ഇവരെ പ്രത്യേകം രക്ഷിച്ചു പടുത്തുന്നതും അവസാനം ഈ രാഗിണിയെ കൊല്ലാനായിട്ട് മാർത്താണ്ഡവർമ്മ രാജാവ് ഒരു തൻ്റെ പ്രാണപ്രേക്ഷക മറ്റൊരു നർത്തകിയെ ദേവമ്മയെ പറഞ്ഞേക്കുക. ദേവമ്മ കുറത്തെ വേഷത്തിൽ വന്ന് ഈ രാഗിണിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഇവർ നിരപരാധിയാണെന്നും അവരെ രക്ഷിക്കുന്ന ഒരു കഥയുണ്ട്. അങ്ങനെ തൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്ന ആ കാമുകൻ തന്നെ കൊല്ലാൻ അയച്ചു എന്ന് പറഞ്ഞിട്ട് മകളോട് പറയുകയും മകളെ തൻ്റെ അച്ഛനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു അസാധാരണമായ കഥാപാത്രമാണ് പഞ്ചവങ്കാട്ടിലേത്. അങ്ങനെ ഉദയയുടെ തന്നെ വ്യത്യസ്തങ്ങളായ പല പടങ്ങളിലും ഞാൻ തന്നെ പാലാട്ടുകോമൻ, ഉണ്ണിയാർച്ച, ഉദയൻ്റെ മകൻ, പഞ്ചവങ്കാട് എന്നിങ്ങനെ വീരസാഹസ്യ രംഗങ്ങൾ അവർ അഭിനയിച്ചു കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട്. അതുകൂടാതെ മലയാളത്തിലെ ഒട്ടുമിക്ക ബാനറുകളിലും രാഗിണിക്ക് നല്ല നല്ല റോളുകൾ അഭിനയിക്കാൻ അവർ അവസരം കിട്ടി. പിന്നെ ഒരു സരസ്വതി എന്നൊരു സിനിമയുണ്ട്, സരസ്വതി. അത് പ്രേം നസീറിനെ അക്ഷരം പഠിപ്പിക്കുന്ന 51 അക്ഷരം വെച്ചൊരു ഗാനം ഉണ്ട്. അത് രാഗിണി എന്ന കഥാപാത്രം പ്രേം നസീറിനെ പഠിപ്പിക്കുന്നതാണ്. പിന്നെ തിക്കുറിശി ഡയറക്റ്റ് ചെയ്ത, അല്ല KS ഗോപാലകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട്, അച്ഛൻ്റെ ഭാര്യ. അതിലും വ്യത്യസ്തങ്ങളായ ഒരു പ്രായം കൂടിയ ആളിനെ കല്യാണം കഴിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. പിന്നീട് നമുക്ക് ലങ്കാദഹനം, ഏറ്റവും അടുത്ത കാലത്ത് വന്ന ലങ്കാദഹനം, അത് ശശികുമാർ സാറിൻ്റെ ഒരു ആക്ഷൻ ത്രില്ലറായിരുന്നു. ആ ആക്ഷൻ ത്രില്ലറിൽ പ്രേം നസീറും രാഗിണിയും ഭാര്യ ഭർത്താക്കന്മാരും CID കളാണ്. അവർ ഈ ഒരു കൊള്ള സങ്കേതം കണ്ടുപിടിക്കാനായിട്ട് വരുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവരറിയാതെ അവരുടെ മനസ്സിൽ പ്രേമം ഒളിച്ചു വെച്ച് സ്ഥാപനത്തിൽ കാര്യം കണ്ടുപിടിക്കാണ്ട് അഭിനയിക്കുന്ന 2 കഥാപാത്രങ്ങളായിരുന്നു. പിന്നീട് നമുക്ക് രാഗിണിയുടെ വേറൊരു കഥാപാത്രം പൊൻകുന്നം വർക്കി എഴുതിയ ഒരു JD തോട്ടാൻ സംവിധാനം ചെയ്ത ഗംഗാസംഗമം. അതിൽ ക്രിസ്ത്യൻ പള്ളികളിൽ നടക്കുന്ന ദുരാചാരങ്ങളെ കേന്ദ്രീകരിച്ചാണ് ആ കഥ. അതിലും രാഗിണി എന്ന കഥാപാത്രം പ്രേം നസീറിനെ പ്രേമിക്കുക, പക്ഷേ പല സാഹചര്യങ്ങളും അച്ഛനായി പോവുകയും വീണ്ടും അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന വ്യത്യസ്തമായൊരു കഥയിലും ഗംഗാസംഗമം. അതിലും നല്ല പ്രേമരംഗങ്ങൾ കൊണ്ടും എല്ലാം രാഗിണി അതിനെ സമ്പന്നമാക്കി. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡയറക്ടർമാരുടെ കൂടെയും വ്യത്യസ്ത കഥാകൃത്തുക്കളുടെയും തിരക്കഥാകൃത്തുക്കളുടെയും സംവിധായകരുടെയും കൂട്ടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാഗിണിക്ക് ഒരു സ്ഥിരം ടൈപ്പ് വേഷത്തിൽ കുടുങ്ങാതെ വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ചെയ്ത് മലയാളികളുടെ ശ്രദ്ധ പിടിച്ചു വെച്ച തിരുവിതാംകൂർ സഹോദരന്മാർ ഏറ്റവും കൂടുതൽ മലയാളികൾ ഇഷ്ടപ്പെട്ടിരുന്നതും രാഗിണി എന്നുള്ളതാണ്. പിന്നെ അവാർഡുകളൊന്നും തന്നെ അവർക്ക് അങ്ങനത്തെ കിട്ടിയിട്ടില്ല. അത് ഏറ്റവും വലിയൊരു ദുര്യോഗന്മാർ, എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു അവാർഡുകൾ പോലും അവർ തേടി എത്തിയില്ല എന്നുള്ളതാണ്. ഇത്രയും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് പോലും അവർക്കൊരു നല്ല അവാർഡ് കിട്ടിയില്ല എന്നത് പലരും എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷേ അവർക്കതിനൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. അവർ തൻ്റെ റോള് ചെയ്യുക, അഭിനയിക്കാൻ പോവുക, ഒരു കോക്കസിൽ ഒന്നും പെടാതെ തന്നെ. പിന്നെ കല്യാണത്തിന് ശേഷം അവർ കുറച്ച് നാൾ ഭർത്താവ് അവർ അഭിനയിക്കാൻ വിട്ടില്ല. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലേക്കാണ്, ഒരു അഡ്വക്കേറ്റാണ് അവർ കല്യാണം കഴിച്ചതും. അങ്ങനെ അവരെ കൊണ്ടുപോയി. പിന്നെ വിവാഹത്തിന് ശേഷം അവർ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ കുറേ നാളിന് ശേഷമാണ് IV ശശി സംവിധാനം ചെയ്ത ആലിംഗനം എന്ന പടത്തിൽ ഒരു നല്ല റോളാണ് അവർ ചെയ്യുന്നത്. അതിൽ ആ കഥാപാത്രം അവരുടെ ജീവിതത്തിൽ അവസാനത്തെ കഥാപാത്രമാണ് അവർ. പക്ഷേ അതിലും ആ തിരിച്ചു വരവിലും ആ ഗാംഭീര്യമാർന്ന ഒരു അമ്മയുടെ റോള് ഭംഗിയാക്കി. IV ശശി പറയുമായിരുന്നു, ഞങ്ങൾ വൈകിയാണ് ഇവരെ കണ്ടെത്തിയത്, എൻ്റെ പല സിനിമകളിൽ നായികയാവേണ്ടതാണെന്ന് IV ശശി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വന്തം ശബ്ദം ഉപയോഗിക്കുകയും നൃത്ത ചുവടുകളിലൂടെയും മലയാളികളെ
വളരെയധികം ഇഷ്ടപ്പെട്ട നായിക ക്യാൻസർ ബാധിതയായി. അങ്ങനെ ക്യാൻസർ ബാധിതയായി അവരങ്ങനെ കിടക്കുമ്പോൾ ഒരിക്കൽ ഭാസ്കര മാസ്റ്റർ അവരെ കാണാൻ ചെന്ന് ഒരു ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ ദീന അവസ്ഥയിൽ കിടക്കുകയാണ്. ഭാസ്കര മാസ്റ്റർ ചെന്ന് കണ്ടപ്പം പറഞ്ഞ്, ഭാസ്കര മാസ്റ്റർ ഒരുപാട് സിനിമകൾ അവർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടു, സംസാരിച്ചെന്ന് പറഞ്ഞ്, മാസ്റ്റർ എനിക്ക് വേണ്ടി ഒരു പാട്ടൊന്ന് പാടണം. ഏതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഭാസ്കര മാസ്റ്റർ ഡയറക്റ്റ് ചെയ്ത അമ്പലപ്രാവ് എന്നൊരു സിനിമയുണ്ട്, അതിലൊരു പാട്ടുണ്ട്. പി ജയൻ്റെയാണ് ആ പാട്ട് അവതരിപ്പിക്കുന്നത്. അതിൽ ആ പാട്ട്, ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ഭാസ്കര മാസ്റ്റർ 2 വരി പാടിയപ്പോൾ തന്നെ 2 കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞ് ഭാസ്കര മാസ്റ്ററിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഭാസ്കര മാസ്റ്റർ തൻ്റെ അനുഭവത്തിൽ അദ്ദേഹം നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ കുറേ നാളിന് ശേഷം അവർ നമ്മളോട് വിട പറഞ്ഞു. അങ്ങനെ തിരുവിതാംകൂർ സഹോദരിമാരിലെ പക്ഷേ നമ്മളിന്ന് കാണുന്ന അവരുടെ സഹോദരൻ്റെ മകളാണ് ശോഭന. ഇന്നും രാഗിണിയുടെ ആ ഭാവാദികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു നടിയാണ് ശോഭന. പക്ഷെ അവർ നിർത്തിവെച്ചിട്ട് പോയത് ശോഭനയിലൂടെയും നമ്മൾ ഇന്നും കാണുന്നുണ്ട്. മലയാളികൾ എന്നും ഇഷ്ടപ്പെട്ടിരുന്ന മലയാളത്തിലെ ഏറ്റവും നല്ല നായിക നടിമാരിൽ ഒരു കഥാപാത്രം വിട്ടുപോയി. അരനാഴിക നേരത്തിലെ കഥാപാത്രം. അതിൽ സത്യൻ്റെ ഭാര്യയാണ്. സത്യൻ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വീട് നോക്കാൻ സൗകര്യമില്ല. അപ്പോൾ കൊട്ടാരക്കര എന്നുവെച്ചാൽ അമ്മായി അച്ഛനെ നോക്കാൻ വരുന്ന ആൾ, ആ വൈദ്യൻ രാഗിണിയെ വശത്താക്കുകയും യാദൃച്ഛികമാർക്ക് അവർക്ക് വൈദ്യന് വശംവദനാകേണ്ടി വന്ന കാഴ്ച അത് ഈ അമ്മായി അച്ഛൻ കാണുകയും അവർ തളർന്നു പോവുകയും വൈദ്യന് ഇത് കണ്ടെന്നറിഞ്ഞ് വിഷം കൊടുത്തു കൊല്ലുകയും അവസാനം ഇതറിഞ്ഞ അവർ ആത്മഹത്യം ചെയ്യുന്ന ഒരു വിചിത്രമായ കഥാപാത്രം സേതുമാധവൻ സാർ അവർക്ക് കൊടുത്തു. അങ്ങനെ അരനാഴിക നേരത്തിൽ ആ കഥാപാത്രം പറയാൻ വിട്ടു. ഇത് പറയാതെ രാഗിണിയെ പൂർത്തിയാക്കാൻ പറ്റത്തില്ല. മലയാളത്തിൻ്റെ അനശ്വരയായ അഭിനേത്രിക്ക് ഒരിക്കൽ കൂടി പ്രണാമം.